നമസ്കാരം. ഇന്നലെ യുഎസ് മാർക്കറ്റുകളെല്ലാം ക്ലോസ് ചെയ്തത് നെഗറ്റീവിലാണ്. വെള്ളിയാഴ്ച യുഎസ് മാർക്കറ്റുകളെല്ലാം നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്തിരുന്നു. ഫെഡ് ചെയർമാൻ ഇനി വരുന്ന മാസങ്ങളിൽ റേറ്റ് കട്ടിനുള്ള ഒരു സാധ്യതയുണ്ട് എന്നതിനെ പറഞ്ഞതിനെ തുടർന്നാണ് മാർക്കറ്റുകളെല്ലാം പോസിറ്റീവായത്. അതിന്റെ ഒരു റിഫ്ലക്ഷൻ ഇന്ത്യൻ മാർക്കറ്റുകളിലേക്കും മറ്റ് ഏഷ്യൻ മാർക്കറ്റുകളിലും ഒക്കെ ഇന്നലെ പ്രകടമായിരുന്നു. ഇന്ന് യുഎസ് മാർക്കറ്റുകളെല്ലാം ക്ലോസ് ചെയ്തത് നെഗറ്റീവിലാണ്. ഇതിന്റെ പ്രധാനപ്പെട്ട റീസൺ ട്രംപ് പുതിയ ഭീഷണിയുമായി ചൈനയ്ക്ക് വരുന്നുണ്ട്. ചൈനയിലെ മാഗ്നറ്റുകൾക്കൊക്കെ വീണ്ടും താരിഫ് ഏർപ്പെടുത്തും എന്ന തരത്തിലുള്ള ഒരു ഭീഷണിയുമായിട്ട് വരുന്നുണ്ട്. അതുപോലെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യുമെന്ന് പറഞ്ഞാൽ പോലും യുഎസിൽ വർദ്ധിച്ചു വരുന്ന ഇൻഫ്ലേഷൻ അത് എങ്ങനെ ഇത് ഫലപ്രദമാകുമെന്ന് പറയുന്ന ഒരു ആശങ്കയും അവിടെ നിലനിൽക്കുന്നു. മറ്റൊന്ന് ഫെഡിന്റെ ഫെഡ് റിസർവിന്റെ ഒരു ഗവർണറെ ട്രംപ് പുറത്താക്കിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഇത്തരത്തിൽ പലതരത്തിലുള്ള അൺസർട്ടനിറ്റികൾ യുഎസ് മാർക്കറ്റിലുണ്ട്. ഡൗ ജോൺസ് വെള്ളിയാഴ്ച ഓൾ ടൈം ഹൈ കട്ട് ചെയ്തിരുന്നു. ഇന്നലെ ഒരു 3/4% മിക്ക ഇൻഡെക്സുകളും നെഗറ്റീവായിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തത്. അതുപോലെ എൻവിഡിയുടെ റിസൾട്ട് ബുധനാഴ്ചയാണ്. അപ്പൊ അതേ തുടർന്നുള്ള ഒരു കോഷ്യസ് അപ്രോച്ച് മാർക്കറ്റ് എടുത്തതാണ് ഇത് ഇത്തരത്തിൽ ഒരു ചെറിയൊരു മൈനസിലേക്ക് വരാനുള്ള പ്രധാനപ്പെട്ട കാരണം. ഇനി ഇന്ത്യൻ മാർക്കറ്റ് ഇന്നലെ ഏതാണ്ട് 100ഓളം പോയിന്റ് പ്ലസ് ആയിട്ടാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തത്. 330ഓളം പോയിന്റ് പ്ലസ് ആയിട്ടാണ് സെൻസെക്സ് ക്ലോസ് ചെയ്യുന്നത്. ബാങ്ക് നിഫ്റ്റി മാത്രം ചെറിയൊരു മൈനസിലാണ് ഇന്നലെ ക്ലോസ് ചെയ്തത്. നിഫ്റ്റി ഐ ടി ഇന്നലെ 2.5% പ്ലസ് ആയിരുന്നു. ഒന്ന് JP മോർഗൻ TCSനെ അപ്ഗ്രേഡ് ചെയ്തത് ഈ വളരെ പോസിറ്റീവായിട്ട് ഈ സെക്ടറിന് പൊതുവെ ഒരു പോസിറ്റീവായിട്ടുണ്ട്. മറ്റൊന്ന് ചൈനയിലെ ഒരു റിയൽ എസ്റ്റേറ്റ് ഭീമനുണ്ട് എവർ ഗ്രാൻഡെ എന്ന് പറയുന്ന കമ്പനി. ആ കമ്പനി ഇപ്പോൾ ഡീലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. മറ്റൊന്ന് HDFC ബാങ്കിന് എക്സ്ബോണസ് ഡേറ്റ് ആണ് ഇന്ന്. IDIയിലെ ഗ്രോസ് റവന്യൂവിന്റെ കാര്യത്തിൽ ഇളവ് നൽകുന്ന കാര്യത്തിൽ തീരുമാനമായില്ല എന്ന് മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ പറഞ്ഞിട്ടുണ്ട്. മറ്റൊന്ന് കൊമേഴ്സ്യൽ വെഹിക്കിളും പാസഞ്ചർ വെഹിക്കിളും രണ്ട് എൻറ്റിറ്റിയായി നിലനിർത്തുന്നതിന് ട്രൈബ്യൂണലിന്റെ അംഗീകാരം ടാറ്റ മോട്ടോഴ്സിന് ലഭിച്ചിട്ടുണ്ട്. മറ്റൊന്ന് ഹുണ്ടായിയെ ക്രിസില് AAA രീതിയിൽ റേറ്റിംഗ് ഉയർത്തിയിട്ടുണ്ട്. അതുപോലെ ഫിച്ച് ഇന്ത്യൻ എക്കോണമിയെ സ്റ്റേബിൾ ആണ് ഉള്ള ഒരു തരത്തിൽ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. GST റിഫോമിന്റെ ഒരു പോസിറ്റിവിറ്റി മാർക്കറ്റിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് എന്ന് നടപ്പാകും അത്തരം കാര്യങ്ങളിൽ ഒരു ക്ലാരിറ്റി വരേണ്ടതുണ്ട്. മറ്റൊന്ന് ഇന്നലെ F&O പൊസിഷൻ വിലയിരുത്തിയാൽ ഇപ്പോഴും ഷോർട്ട് പൊസിഷൻ തന്നെയാണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൂടുതലും നിലനിർത്തുന്നത്. റീറ്റെയിലേഴ്സ് ലോങ് പൊസിഷനാണ് നിലനിർത്തുന്നത്. ഇന്ത്യയെ സംബന്ധിച്ച് മറ്റു പ്രധാനപ്പെട്ട കാര്യം അഡീഷണൽ താരിഫ് 25% നിലവിൽ വരുന്നത് ഓഗസ്റ്റ് 27 തീയതിയാണ്. അതിനെന്തെങ്കിലും മാറ്റം ഉണ്ടായാൽ ഒരു പക്ഷേ മാർക്കറ്റ് ഒരു ബുള്ളിഷ് രീതി കാണിച്ചേക്കാം. അത് ഇല്ല ഇതുവരെ അത് സംബന്ധിച്ച് പ്രത്യേകിച്ച് തീരുമാനം ഒന്നും ഉണ്ടായിട്ടില്ല. മന്ത്രിസഭ ഉന്നതതല സമിതി ഇതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ ഇന്നലെ ചർച്ച ചെയ്തു എന്നാണ് കേൾക്കുന്നത്. ഔട്ട്കം ഒന്നും പുറത്തു വന്നിട്ടില്ല. അപ്പോൾ യുഎസിന്റെ അടുത്ത താരിഫിന്റെ പുതിയ സ്റ്റെപ്പുകളും ഇന്ത്യൻ വിപണി അതെങ്ങനെ നേരിടുന്നു എന്നുള്ളത് മാർക്കറ്റിനെ സംബന്ധിച്ച് വളരെ നിർണായകമാണ്. നാളെ മാർക്കറ്റിന് അവധിയാണ്. നാളെയാണ് താരിഫ് നിലവിൽ വരുന്നത്. അപ്പോൾ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് വീണ്ടും നീങ്ങുക. റീറ്റെയിൽ ട്രേഡേഴ്സ് തൽക്കാലം മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുന്നത് തന്നെയാണ് നല്ലത്. എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. താങ്ക് യു.